എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഞാനിന്നുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് ഒരു പ്രോട്ടീൻ റിച്ച് ദോശയാണ്. അപ്പം നമുക്ക് ഈ ഇന്നത്തെ കാലത്ത് ഡയബറ്റിക്കൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ, എനിക്കും ഉണ്ട്. അപ്പം ഞാൻ സാധാരണ കഴിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീനാണല്ലോ കൂടുതൽ വേണ്ടത്. എസ്പെഷ്യലി ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ നമുക്ക് പ്രോട്ടീൻ റിച്ച് ഫൈബർ ഒക്കെ റിച്ചായിട്ടുള്ള ഫുഡാണ് കഴിക്കേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ കുറച്ച് ചെറുപയർ, കുറച്ച് കടല, കുറച്ച് വൻപയർ, കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇതെല്ലാം കൂടെ ഓവർനൈറ്റ് കുതിർക്കാനിടുവേ. എന്നിട്ട് അതിൻ്റെ കൂടെ കാർബോഹൈഡ്രേറ്റ് നമുക്ക് പറ്റ ഒഴിവാക്കാൻ പറ്റത്തില്ല. നമുക്ക് ജോലി ചെയ്യുന്നതിനൊക്കെ എനർജി ആവശ്യമാണല്ലോ. അപ്പം കുറച്ച് ഗോതമ്പ് പൊടി, ഇതുണ്ടോ, ഒരു ചെറിയ കപ്പ് ഗോതമ്പ് പൊടിയും കൂടി എടുക്കും. എന്നിട്ട് ഇത് അരച്ചിട്ട് ഞാൻ ദോശ ഉണ്ടാക്കും. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാതെ നമുക്ക് പറ്റത്തില്ലേ. ഇപ്പോൾ സമൂഹത്തിലുള്ള കുഴപ്പം എന്നാന്ന് വെച്ചാൽ ഡയബറ്റിക്കാന്ന് അറിഞ്ഞ ആളുകൾ എന്താണെന്ന് പറയുന്നത്, അയ്യോ ഡയബറ്റിക്കാ, ഷുഗറാ, എനിക്കൊന്നും കഴിക്കാൻ മേലെന്ന് പറയും. അങ്ങനെയല്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ധാരാളം കഴിക്കണം. വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഇലക്കറികൾ, പച്ചക്കറികൾ, പിന്നെ അതുപോലെ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ, മീൻ, ഇറച്ചി കഴിക്കുന്നവർക്ക് ഇറച്ചി, അത് ബീഫൊക്കെ കുറച്ച് ഒഴിവാക്കുക. ചിക്കനൊക്കെ കഴിക്കാം, കറി വെച്ച് കഴിക്കണം എന്നേ ഉള്ളൂ, വറക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കണം. കാരണം നമുക്ക് ശരീരത്തിന് ഭക്ഷണങ്ങൾ പേശികളുടെ വളർച്ചയ്ക്കോ പേശികളുടെ നിലനിൽപ്പിനും എല്ലാം നമുക്ക് ഭക്ഷണം കൂടിയേ തീരൂ. അപ്പോൾ നമുക്ക് ഫുഡ് കംപ്ലീറ്റ് ഒഴിവാക്കിയാൽ ഞാൻ പല ഷുഗർ പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. ഷുഗറാണെന്ന് അറിഞ്ഞ് മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവരങ്ങ് വേര് പോലെ ഉണങ്ങി അങ്ങ് ഇതാവും, ഒന്നും കഴിക്കത്തില്ല. പിന്നെ പേടിയാണ്, ഷുഗർ ഇനി കൂടുമോ എന്ന്. അങ്ങനെയല്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ധാരാളം കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യണം. എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് അറിയാം, എന്നാലും ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ശ്രമിച്ച് നമുക്ക് ആരോഗ്യം, നമുക്ക് എന്താ പറയുക, നമ്മുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ അസുഖത്തിനെ നമുക്ക് പ്രതിരോധിച്ചുകൊണ്ട് നമുക്ക് അസുഖത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കുറച്ച് സമയമൊക്കെ എടുക്കും അതിന്. അപ്പം ഞാൻ പറയുന്നതെന്നു വെച്ചാൽ, ആരുടെയെങ്കിലും വീട്ടിൽ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഈ പേഷ്യൻസിന് ഇതിനൊക്കെ ഭയങ്കര മടിയായിരിക്കും. ഒന്നാമത്തെ ഇവർ ഷുഗർ വന്നല്ലോ അല്ലെ BP വന്നല്ലോ എന്നൊക്കെ ഓർത്ത് അവർക്ക് ആകെ ടെൻഷനായിരിക്കും. അപ്പം നമ്മൾ ആ വീട്ടിലുള്ളവരാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇവരുടെ ഡയറ്റിനെ കുറിച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അവരെന്ത് കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു എന്നൊക്കെയുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കേ, ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് കാണിക്കാവേ.